നമസ്കാരം. ഞാനൊരു കൊലച്ചിരിച്ചിരിക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രേക്ഷകരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളോടല്ല ഞാൻ ചിരിക്കുന്നത്, കളിയാക്കണത്. ബിഗ് ബോസ് ഷോനെ മുഖത്ത് നോക്കി കാർപ്പിച്ചൊരു തുപ്പും തുപ്പി ഒന്ന് ചിരിച്ചോട്ടെ. ഞാൻ മനസ്സ് തുറന്നൊന്ന് ചിരിച്ചോട്ടെ. എന്റെ പൊന്നെ, ബിഗ് ബോസ് സീസൺ 6 എത്ര പെണ്ണുങ്ങൾ വന്നു. സീസൺ 6 വരെ സകല പെണ്ണുങ്ങളും സംശയത്തിന്റെ മുൾമുനയിൽ. ബിഗ് ബോസേ, നീ തീർന്നടാ, നീ തീർന്നു, നീ നിലം പരിശായി. ഇവിടെ ബിഗ് ബോസ് ഷോയിൽ വന്നതിൽ ഇത്രയും നാളും മത്സരാർത്ഥികളിലെ ചങ്കൂറ്റമുള്ള നല്ല നട്ടലുള്ള ആൺകുട്ടിയാണ് മാരാര്. ഒരു തർക്കവുമില്ല. മാരാര് നമ്മളൊക്കെ ചിന്തിച്ച് തുടങ്ങി അവസാനിക്കുന്നിടത്തുനിന്ന് ചിന്തിച്ച് അതുക്കും മേലെ ചിന്തിക്കുന്ന ഒരു എന്ത് കാര്യം വിളിച്ചു പറയുന്ന, നട്ടത്തിലൂടെ വിളിച്ചു പറയുന്ന, അതിനുശേഷം എന്ത് സംഭവിച്ചാലും അത് പുല്ലാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുന്ന ഒരു വലിയൊരു മനുഷ്യനാണ് മാരാര്. കാരണം ഈ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ഉള്ളപ്പോൾ ഈ എഗ്രിമെൻ്റ് എന്ന് ക്യാൻസൽ ആവണോ അന്ന് മാരാരെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതിന് മാരാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇനി നമുക്ക് വിഷയത്തിൽ കിടക്കാം. മാരാരുടെ എല്ലാ ഒരു ലൈവായിട്ടുള്ള എല്ലാ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ചാനലിൽ ഞാൻ വെക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ നമ്മുടെ അല്ലാത്തൊരു വീഡിയോ നമ്മളെടുത്ത് പോസ്റ്റ് ചെയ്താൽ, നമ്മുടെ ക്യാമറയിൽ നിന്ന് ഷൂട്ട് ചെയ്താൽ ഓക്കെ, വേറൊരാളുടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്താൽ അവരെടുത്ത വീഡിയോ അവരനുവാദം കൂടാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ആണ്. അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല. കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ പോരെ, നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. വലിയ കാര്യങ്ങളൊന്നുമില്ല, ആകെ 4-5 വാക്കുകളും മാത്രമുള്ളൂ. എന്താണ് പറഞ്ഞത്? ബിഗ് ബോസ് ഷോ, ബിഗ് ബോസ് ഹൗസ്, ബിഗ് ബോസിൻ്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാവരും ഇല്ല. ഏഷ്യാനെറ്റിലൊക്കെ മാന്യം മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ബിഗ് ബോസിലുണ്ട്. എൻ്റെ മോൻ ഷൈനൊക്കെ വിട്ടുകൾ അവരൊന്നും ഇതിലൊന്നും അന്വേഷിക്കുന്നില്ല. അല്ലെങ്കിൽ അവരൊക്കെ കോടീശ്വരന്മാരാണ്. ഇവിടെ എന്ത് വൃത്തിയായിട്ട് നടക്കണമെന്നൊന്നും അവരന്വേഷിക്കുന്നില്ല. ഇവിടെ ഈ നടക്കുന്നതിനെല്ലാം ഉത്തരവാദി, ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന, ഇതിൻ്റെ കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടെ മാരാര് പറഞ്ഞത് 2 ആൾക്കാരെന്നാണ്. ആ 2 ആൾക്കാർ അവിടെ അവർക്കാണല്ലോ അതിൻ്റെ അതോറിറ്റി. അവിടെ നടക്കുന്ന വൃത്തികേടുകൾക്ക് എല്ലാം കൂട്ടു നിൽക്കുന്ന 2 പേര്. ആ 2 പേര് എന്താണ്? ആ 2 പേര് അവിടെ വരുന്ന സ്ത്രീകളെ ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരെ ബെഡ് ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ വലിയ വലിയ എമൗണ്ടുകൾ ഓരോ ദിവസം അവിടുത്തെ റെമൗണ്ടേഷൻ കൊടുത്തിട്ട് അതിൽ നിന്ന് പകുതി റെമൗണ്ടേഷൻ ഇവരടിച്ചു മാറ്റുന്നു, കമ്മീഷൻ ബേസിൽ. ഇതൊന്നും എൻ്റെ മോൻ ഷൈനോ അല്ലെങ്കിൽ ബിഗ് ബോസോ മറ്റുള്ള കാര്യങ്ങളോ ഏഷ്യാനെറ്റോ ഒന്നും അറിയുന്നുണ്ടായിരിക്കില്ല. ഇതൊക്കെ ഇവരുടെ കയ്യിൽ എല്ലാ അധികാരങ്ങളും കൊടുത്ത ബിഗ് ബോസ് ഷോയുടെ എല്ലാ ലാംഗ്വേജിലും എൻ്റെ മോൻ ഷൈനോ ഒന്നും ചെന്ന് നോക്കാനായിട്ട് പറ്റില്ല. അതൊക്കെ ഓരോ ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുക. അവരാണ് അതിൻ്റെ ഫുൾ അതോറിറ്റി. അവിടെ ആര് മത്സരിക്കണം, ആര് മത്സരിക്കേണ്ട, ആർക്ക് എത്ര കാശ് കൊടുക്കണം എന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. അവർ തീരുമാനിക്കേണ്ട കാശ് എൻ്റെ മോൻ ഷൈൻ കൊടുക്കണമെന്ന് മാത്രം. അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കണം എന്നുള്ളതൊക്കെ അതിൻ്റെ ഷോ ഡയറക്ടറും അതിൻ്റെ ഈ തലപ്പത്തിരിക്കുന്നവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാരാര് പറഞ്ഞൊരു ഒറ്റ കാര്യമുള്ളൂ, അതിൻ്റെ ഉള്ളിൽ ഡ്രിങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ പ്രാന്തനാക്കുന്ന ഒരു ഡ്രിങ്ക്സ് ഉണ്ട്. അതെന്തോ നമ്മൾക്കറിയില്ല, പറയണത് അത് മൂപ്പരൊരു പേര് പറഞ്ഞു. പക്ഷെ അത് കഴിപ്പിച്ചിട്ടാണ് നമ്മുടെ സിബിനെ പ്രാന്തനാക്കിയതും അതിൽ നിന്ന് പുറത്താക്കിയതും. സിബിൻ അവിടെ ഗബ്രിക്കും അതുപോലെ തന്നെ ജാസ്മിനുമെതിരെ ആഞ്ഞടിച്ചപ്പോൾ നമ്മൾക്ക് അപ്പം അറിയാം ഈ ഗബ്രിയും ജാസ്മിനൊക്കെ എതിരെ അവർ ആഞ്ഞടിച്ചാൽ എന്തുണ്ടാവും എന്നുള്ളത്. അതന്നെ സിബിന് സംഭവിച്ചു. സിബിനെ അവർ മാനസിക നില തെറ്റിച്ച് ഒരാൾ നമുക്ക് കഴിക്കാത്തൊരു മദ്യമായാലും എന്തായാലും അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ചാവ് 5 നിറം കാണിക്കുന്നു പറയും.
കഞ്ചാവും കള്ളും കൂടിയും കഴിച്ച് ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുടെ കാര്യം പോക്ക, എന്തൊക്കെ ഭ്രാന്ത കാണിക്കാന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ ഇതിപ്പോൾ എന്താ കൊടുത്തതെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെയൊക്കെ ഒരു ഡ്രിങ്കിൻ്റെ കാര്യം ഇവിടെ മാരാർ പറഞ്ഞു, അതിപ്പോൾ ഞാൻ സൂചിപ്പിച്ചു എന്ന് മറന്നു. അപ്പോൾ അങ്ങനെ ഭ്രാന്തനാക്കി പുറത്താക്കിയപ്പോൾ നമ്മുടെ മാരാരെ ഹൃദയം ഒരുപാട് വേദനിച്ചു. സിബിന് വേണ്ടിയിട്ട് സിബിൻ വിചാരിക്കാണ്ട് പുറത്തായി എന്ന് അറിഞ്ഞപ്പോൾ മാരാരുടെ ഹൃദയം ഒരുപാട് വേദനിച്ചു. മാരാർ ഒരുപാട് കഷ്ടപ്പെട്ടു. അതോടുകൂടിയിട്ടാണ് ഈ എഗ്രിമെൻറ്റും തീർന്നു. മാരാരായിട്ടുള്ള ഏഷ്യാനെറ്റായിട്ടുള്ള എഗ്രിമെൻറ്റ്, എൻ്റെ മഷൈനായിട്ടുള്ള എഗ്രിമെൻറ്റ് തീരുകയും ഇങ്ങനൊരു വിഷയം വരികയും ചെയ്തപ്പോൾ മാരാർ എന്നെ അവർ തല്ലി പുറത്താക്കാൻ നിന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാരാർക്ക് കപ്പ് കിട്ടരുതെന്ന് ഒരുപാട് കുത്തിത്തിരിപ്പുണ്ടാക്കിയ സ്ഥലമാണ്. പക്ഷേ ജനങ്ങളെ പേടിച്ച് മാത്രമാണ് അന്ന് കപ്പ് കൊടുത്തത്. അല്ലെങ്കിൽ ശോഭയ്ക്കോ റെനീഷയ്ക്കോ കപ്പ് കൊടുക്കാനാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അവർ വിചാരിച്ചാലും വലിയ രീതിയിൽ മാരാർക്ക് പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ, മാരാരെ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് മാരാർക്ക് കിട്ടിയെന്ന് മാരാർ പറയുന്നു. അതുപോലെ തന്നെ തരികട സാബുവിന് ജനങ്ങളാണ് തരികട സാബുവിന് ഈ ഇത് കൊടുത്തു. ഒരു കാരണവശാലും തരികട സാബുവിന് കപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് ഇവിടെ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനം നടന്നത്. പക്ഷേ വോട്ടിങ്ങിൽ കൃത്രിമം കാണിക്കാൻ പറ്റില്ല. വോട്ടിങ് വന്നപ്പോൾ സാബുവിൻ്റെ കൂടെ ജനങ്ങൾ നിന്നു. നേരിയൊരു വ്യത്യാസത്തിലാണ് സാബുവിന് കപ്പ് കിട്ടിയെന്നുള്ളപ്പോൾ ഇപ്പോൾ മാരാരോ തുറന്നു പറഞ്ഞിരിക്കുന്നു. മാരാർക്ക് അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നും മാരാർക്കില്ല. മാരാരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാല് പോലെ വെളുത്തതാണ്. അതിലൊരു കറുപ്പ് കലക്കിയിട്ടില്ല. അതിൽ പാലിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. മാരാർ അവിടെ ആയാലും അങ്ങനെ തന്നെയായിരുന്നു, ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ തന്നെയായിരുന്നു, പുറത്തിറങ്ങിയിട്ട് അങ്ങനെ തന്നെയായിരുന്നു. മാരാർക്ക് ഇനിയിപ്പോൾ ഇതുകൊണ്ട് എന്ത് സിനിമ തന്നെ ഇല്ലാണ്ടായാലും മറ്റത് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും മൂപ്പര് ഏറ്റെടുക്കാൻ തയ്യാറാണ്. മൂപ്പര് അതിന് തെളിവ് കൊടുക്കാനും തയ്യാറാണ്. അവിടെ നടക്കുന്ന വൃത്തികേടുകൾ ശരിക്കും പറഞ്ഞാൽ മാരാർ പറഞ്ഞ ബിഗ് ബോസ് ഹൗസ് ഒരു വേശ്യാലയമാണെന്നാണ് അതിനർത്ഥം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളിൽ നിന്ന് കമ്മീഷൻ മേടിക്കുന്നു, ബെഡ് ഷെയർ ചെയ്യാനുള്ള പെണ്ണുങ്ങളെ മുഴുവൻ പിടിച്ച് ബെഡ് ഷെയർ ചെയ്യിക്കുന്നു. ഇതൊക്കെ ചിലപ്പോൾ മുൻപ് സിനിമയിൽ നടക്കുന്ന പോലെ തന്നെ അവിടെ നടക്കുന്നത്. സിനിമയിൽ ഒരു നടീനെ നായികയാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നായികയാക്കാനുള്ള നടീനെ ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണോ എന്നുള്ള അറിഞ്ഞ് അത് ഉറപ്പിച്ചതിന് ശേഷമാണ് നിന്നെ നായികയാക്കണത്. അല്ലാണ്ട് ഇപ്പോൾ ഒരു നായികനെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ടൊന്നും അവളെ വലിയൊരു ഫേമസ് ആകാനായിട്ട് ഒരു നടനും അല്ലെങ്കിൽ ഒരു സംവിധായകനോ ഒരു പ്രൊഡ്യൂസർക്കോ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ വലിയ നായികയായി കഴിഞ്ഞാൽ പിന്നെ ഇവരെ പടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ അവർ കൂടെ ആ പെണ്ണ് ചോദിക്കുന്ന കാശ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ 100 ദിവസം കൊണ്ട് ഈ ചെല്ലുന്ന പെണ്ണുങ്ങളൊക്കെ നല്ല ഹിറ്റാവുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം മുഴുവൻ അറിയുന്നു, നമ്മുടെ മലയാളികളെല്ലാം അറിയുന്നു, എല്ലാവരും ഷോ കാണുന്നു, എല്ലാവർക്കും വലിയ അഭിപ്രായം വരുന്നു. അപ്പോൾ ഒന്നുമല്ലാത്ത ഒരാൾ ഒരു നാട്ടിലോ അല്ലെങ്കിൽ ഗ്രാമത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പെണ്ണായാലും ഒരാണായാലും 50 ദിവസം കൊണ്ട് അവർ ഫേമസ് ആവണ്, അവർ സെലിബ്രിറ്റി ആവണ്. ആ സെലിബ്രിറ്റികൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് പൈസ, അവർക്ക് ഇനോഗ്രേഷൻ ചെയ്യുന്നതിന് പൈസ, അവർ വല്ല കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ പൈസേരെ ഇട്ട് മൂടാനുള്ള കാശ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വല്ല സിനിമയോ വേറെ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അതുമായി. പിന്നെ ചാനൽ മുഴുവൻ അവർക്ക് കയറി ഇറങ്ങാം. ഇങ്ങനെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി പെണ്ണുങ്ങൾ കെടുന്ന് കൊടുക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് പുതിയ അറിവാണ്. എനിക്കറിയില്ലായിരുന്നു. അവിടെ ഒരുപാട് പെണ്ണുങ്ങൾ ഒരുപാട് തണ്ട് കാണിക്കുന്നുണ്ട്, ഒരുപാട് നാക്കിട്ടടിക്കുന്നുണ്ട്. എല്ലാ സീസണിലും പെണ്ണുങ്ങളാണ് അവിടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. പെണ്ണുങ്ങൾക്ക് അവിടെ എന്തും ആവാം. മോഹൻലാലിനും പേടിക്കണ്ട, ബിഗ് ബോസിനെയും പേടിക്കണ്ട, ആരും പേടിക്കണ്ട. എന്ത് തെമ്മാടിത്തരം, എന്ത് തെറിയും, എന്ത് വൃത്തികേടും പെണ്ണുങ്ങൾക്ക് കാണിക്കാം, ആണുങ്ങൾക്ക് കാണിക്കാൻ പാടില്ല. പെണ്ണുങ്ങൾ കാണിച്ചാൽ അത് എന്തുകൊണ്ട് നമ്മളൊന്നും ചിന്തിച്ചില്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് അവിടെ നടക്കുന്നത്. നമ്മളൊക്കെ അത് പെണ്ണുങ്ങളെ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. നമ്മളറിയുന്നതിന് മുമ്പ് പറയുകയും ചെയ്യും. ഇവരെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് കൊമ്പ് വരില്ലോ, നമുക്കറിയാലോ. അതിൻ്റെ മെയിൻ ഉള്ള ആൾക്കാരെ കൂടെ ഈ പെണ്ണുങ്ങൾ പോയി കിടന്ന പിന്നെ പെണ്ണുങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാലോ, ആര് ചോദിക്കാൻ അവിടുന്ന് ഔട്ടാവില്ല എന്ന് തന്നെയല്ല. അവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർക്ക് നോ മൈൻഡ്. ഇതിനു മുമ്പ് പല പെണ്ണുങ്ങളും വന്ന്, ഈ സീസൺ 6 കാര്യമല്ല പറയുന്നത്, പല സീസണിലും പല പെണ്ണുങ്ങളും വന്ന് കൊമ്പും കമ്പും കുടച്ചക്കറൊക്കെ നടത്തുന്നത്. അതന്നെ സ്ഥിതി. അതിനേക്കാളൊക്കെ ഉപരി ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ 6 എന്താ പെണ്ണുങ്ങൾ കിടന്ന് കാണിക്കണം അവിടെ.
അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഈ മാരാരും കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? ഇത്രയും പെണ്ണുങ്ങൾ വന്നവരൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുക. ഇവരൊക്കെ കിട്ടുന്ന റെമോണ്ടേഷനിൽ നിന്ന് കമ്മീഷനും കൊടുത്ത് അവർ പറയുന്ന സ്ഥലത്ത് പോയി അവർ ബെഡ് ഷെയർ ചെയ്തിട്ട് ഇവരിവിടെ വന്ന് കുണയ്ക്കാൻ നിൽക്കണം. അപ്പോൾ എന്താണ്? കേരള ജനതയെ പറ്റിക്കുക, വഞ്ചിക്കുക, വിശ്വാസവഞ്ചന ചെയ്യുക. അതാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. ബിഗ് ബോസ് ഷോ കൊണ്ട് ഇവിടെ എന്ത് പരിവർത്തനമാണ് നടക്കുന്നത്? എന്താണ് ഒരു കുടുംബത്തിൽ നടക്കുന്നത്? ഈ കുടുംബത്തിൽ നടക്കുന്ന ആൾക്കാർ ഇത് കാണുമ്പോൾ, വൃത്തികേടായിട്ട് കാണുമ്പോൾ അവരൊക്കെ ഓഫ് ചെയ്യും. മാന്യമര്യാദയുള്ള ഒരു ഷോ കാണില്ല. അല്ലാത്തവർ കാണും. കണ്ടിട്ട് എന്തുണ്ടാവണം? കൊച്ചു കുട്ടികൾ കണ്ടിട്ട് അവരുടെ സ്വഭാവം നാശകോശമായിട്ട് പോകുക. അവർ ഈ കെട്ടിപ്പിടുത്തേണ്ട ഉമ്മ വയ്ക്കുന്ന സ്ഥിതിയിലേക്ക് മാറണം. എല്ലാ സീസണിലും പ്രേമം എവിടെയുണ്ടോ, ഉമ്മവെപ്പ് എവിടെയുണ്ടോ അവരെ മാത്രമാണ് ബിഗ് ബോസ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറ്. അവർക്കാണ് സ്പേസ്, സ്ക്രീൻ സ്പേസ് കിട്ടുകയെന്ന് പറയും. അത് അവർക്കാണ്. അപ്പോൾ ഇങ്ങനെ സ്ക്രീൻ സ്പേസ് മേടിക്കാനും ബിഗ് ബോസിൽ വരാനും ബിഗ് ബോസിൽ എഗ്രിമെൻറ്റ് ചെയ്യാനും ബിഗ് ബോസിൽ നിന്ന് കമ്മീഷൻ പെണ്ണുങ്ങൾ കൊടുക്കാനും, ആണുങ്ങൾ കമ്മീഷൻ കൊടുക്കണ്ടോ എന്ന് അറിയില്ല, പെണ്ണുങ്ങൾ കൊടുക്കാനും അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ കിടന്നു കൊടുക്കാനും പെണ്ണുങ്ങൾ തയ്യാറാണ് എന്നാണ് ഈ മാരാര് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അതിൽ 2 പേര് ഷോ ഡയറക്ടർമാരുണ്ടായിരുന്നു. അവർ 2 പേര് ഇതിനൊക്കെ തയ്യാറാവാണ്ട് നിന്നപ്പോൾ അവരൊക്കെ പുറത്താക്കി. പുതിയ ഇതിനൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന ഷോ ഡയറക്ടർമാരെ അവിടെ ഫിക്സ് ചെയ്തു. ആ 2 പേരെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളതൊന്നും പറയുന്നില്ല, അതൊന്നും നമ്മുടെ വിഷയമല്ല. അവിടെ ബിഗ് ബോസിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ, അവിടെ നടക്കുന്ന വേശ്യാപ്പണി, അവിടെ നടക്കുന്ന അഭീത ബന്ധങ്ങൾ എല്ലാം വിളിച്ചു പറഞ്ഞിരിക്കുന്നു നമ്മുടെ മാരാര്. അതുകൊണ്ട് നമ്മൾ പറയും, റോബിനില്ലാത്ത ചങ്കൂറ്റം. റോബിന് പറയാമായിരുന്നു. റോബിൻ അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനെല്ലാവരും കൂടി പിച്ചി മാന്തി പിന്നെ റോബിൻ ആ രംഗം വിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ റോബിനില്ലാത്ത ചങ്കൂറ്റം കൂടി ഇപ്പോൾ മാരാർക്ക് വന്നിരിക്കുന്നത്. മാരാര് തിളക്കുക ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കാൻ കഴിയില്ല. അദ്ദേഹം പ്രതികരിക്കും. അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, അതുപോലെ നല്ലൊരു മനുഷ്യനാണ്. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസ് നമ്മൾ പൂട്ടിക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ നുണയാന്ന് പറഞ്ഞ് ഉണ്ടാക്കി മാരാരെ അവർ ഈ ബിഗ് ബോസ് മൂക്കിൽ കയറ്റൊന്നുമില്ല. ഇത്രയും വൃത്തിയുമായിട്ട് ഇത്രയും കൃത്യമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് ഈ മാരാര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാരാർക്ക് ആരും പേടിയില്ല. മാരാര് വരണത് ഭരണോടത്ത് വെച്ച് കാണും. ഇത്ര നാൾ ജീവിക്കാമെന്ന് പറഞ്ഞിട്ടൊന്നല്ല മാരാര് ഇവിടെ വന്ന് നോക്കണത്. ഇനിയിപ്പോൾ ബിഗ് ബോസ് നാളെ ഒന്ന് മാരാരെയാണ് തട്ടി കളയാച്ചാലും മാരാർക്ക് പുല്ല. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. ഇവിടെ ബിഗ് ബോസിൻ്റെ കാശ് മേടിച്ചവരൊക്കെ നക്കി അവിടെ നിന്ന് കാശും മേടിച്ച് അവരെ കമ്മീഷനും കൊടുത്ത് അവർക്ക് ബെഡ് ഷെയർ ചെയ്തിട്ട് പുറത്ത് വന്ന് ഒരു അക്ഷരം മിണ്ടില്ല. നിങ്ങൾ എങ്ങനെ ബിഗ് ബോസിൽ പോയേ എന്ന് ചോദിച്ചാൽ അത് പറയില്ല. നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയേ? ഞങ്ങൾക്കൊക്കെ ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹമുണ്ട്. പല സ്ത്രീകളും ചോദിക്കുന്നതാണ്. ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്, ഒന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ ആരെയും കണ്ടത്? പറയില്ല, ആരും പറയില്ല. അവർ വായയിൽ പഴം പൊഴുങ്ങി നിൽക്കുള്ളൂ. എന്താ കാരണം? അവർ പോയ വഴികളൊന്നും ശരിയല്ല. ഇനി ആ വഴികളൊക്കെ അറിയാണ്ടിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവരൊക്കെ ഇനി ആ പൊസിഷനിലേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടി അവരാരും മിണ്ടില്ല. അവർ പോയ വഴി പറയില്ല, കിടന്നുകൊടുത്ത ബെഡ് പറയില്ല, അവർ കമ്മീഷൻ കൊടുത്തത് പറയില്ല, അവിടെ നടക്കുന്ന 4 തരങ്ങളൊന്നും പറയില്ല, അവർ ബ്രാൻഡി കുടിക്കാൻ തന്നത് പറയില്ല, അവർ ഡ്രിങ്ക്സ് തന്നത് പറയില്ല, ഒന്നും പറയില്ല. അവർ എല്ലാം വിഴുങ്ങി വയ്ക്കും. ഇത്രയും പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോഹൻലാൽ എന്ന് പറഞ്ഞൊരു മഹാനടൻ, ആ മഹാനടനെ കോമാളിയാക്കണ ബിഗ് ബോസ്. ഇത് വലിയ രാജ്യാന്തര ഷോണ്, ഇൻ്റർനാഷണൽ ഷോണ്. ഇതിൽ എല്ലാ ലാംഗ്വേജിലും സൂപ്പർ സ്റ്റാറുകളാണ് ഇതിൽ ഗോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാലേട്ടന് പേരാണ്. ആ പാവത്തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് അതിനെ ഒരു കോമാളിയാക്കി. ആഴ്ചയിൽ ഒരു ദിവസം വരിക, ശനിയാഴ്ച ഷൂട്ടിങ്. ഒരു പായ പേപ്പർ എഴുതി കൊടുക്കും. ശനി ഞായറും കാണിക്കുന്നത് ശനിയാഴ്ച 7 മണിയാകുമ്പോഴേക്കും രാത്രി 7 മണിയാകുമ്പോഴേക്കും ഷൂട്ടിങ് കഴിയും. ഉച്ച വരെ ശനിയാഴ്ചത്തെ എപ്പിസോഡ് എടുക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം 7 മണി വരെ ഞായറാഴ്ച എപ്പിസോഡ്. അയാളുടെ പണിക്ക് പോകും. അപ്പോൾ അയാളിങ്ങനെ കോമാളിയാവാൻ നിന്ന് കൊടുക്കരുത്. അയാളൊരു കേണലാണ്. കേണൽ തന്നെയാലും മാത്രമല്ല, ഭാരത് അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള ഗവൺമെൻറ്റിന് വരെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. നരേന്ദ്രമോദിക്ക് വരെ മോഹൻലാലിനെ ഇഷ്ടമാണ്. ഇത്രയും പേരും പ്രശസ്തിയുള്ള ഒരാൾ, ഇത്രയും അഭിനയിക്കാൻ കഴിവുള്ള ഒരാൾ ഇങ്ങനെ പോലെയുള്ള ഒരു ബിഗ് ബോസ് പോലെയുള്ള ഒരു വേശ്യാലയത്തിൽ എങ്ങനെ വന്നു പെട്ടു? മമ്മൂട്ടീനെ ഇവർ ആദ്യം പോയി വിളിച്ചത് ഈ ഷോയിൽ ഇതാവാനായിട്ട്.
അവതാരകനായിട്ട്. മമ്മൂട്ടി പറഞ്ഞു, ഞാനില്ലേ, എനിക്ക് അറിയുന്ന പണി ചെയ്ത് ഞാൻ ജീവിച്ചോളാം, എൻ്റെ ഫാമിലി വലിയൊരു ഫാമിലിയാണ്, അവർക്ക് സിനിമയിൽ അഭിനയിക്കുന്നത് തന്നെ ഇഷ്ടമല്ല, പക്ഷേ എന്നിരുന്നാലും ഞാൻ വല്ലപ്പോഴും വല്ല സിനിമയിൽ അഭിനയിച്ച് എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള സിനിമയിൽ അഭിനയിച്ച് ഞാനിവിടെ എൻ്റെ കുടുംബത്തോടു കൂടി കഴിഞ്ഞോളാം, എനിക്ക് ഇങ്ങനെയുള്ള തലവേദന തലയിൽ ഏറ്റു വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മോഹൻലാലിന് ഒരുപാട് കാശിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു കക്കൂസ് ഉണ്ടാക്കി അത് ഉദ്ഘാടനം തൂറിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്താൽ മോഹൻലാൽ വന്ന് അത് ചെയ്ത് പോവും. അപ്പോൾ ആ മനുഷ്യന് ഇടം വരം നോക്കലില്ല, കാശാണോ റെഡി. എന്തിനാണ് ലാലേട്ട ഈ കാശൊക്കെ? നമ്മൾ ഈ ഭൂമിയിൽ എന്തൊക്കെ സമ്പാദിച്ചാലും ഇതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ആൾക്കാരല്ല നമ്മൾ. ഒരു രൂപ പോലും നമുക്ക് ഈ ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ല, നമുക്കൊന്നും വേണ്ട. അങ്ങനെയുള്ള ഒരു ഇതിൽ നിങ്ങളുടെ ഈ നല്ലൊരു പേര്, നിങ്ങൾ ഇത്രയും കൊല്ലങ്ങളോളം വർഷങ്ങളോളം പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് നിങ്ങൾ അത്രയും നല്ലൊരു നടനാണ്, എത്ര സ്ട്രെയിൻ ചെയ്യാനും എന്ത് പഠിച്ചെടുക്കാനും ഒരു വലിയൊരു കഴിവ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. അതെന്താണ്? നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും നല്ല മനസ്സ്. എൻ്റെ അച്ഛൻ്റെ അമ്മയും നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരു തെറ്റും കുറ്റം ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അതിൻ്റെ പുണ്യമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ആ പുണ്യം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കൂ, നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യൂ. പിന്നെ പെണ്ണുങ്ങളെ പറ്റിയിട്ട് പെണ്ണുപിടിയനാണ് മറ്റേ പിടിയനാന്നൊക്കെ ലാലേട്ടനെ പറ്റി പറയും. കുറേ കഥകളുണ്ടായിരിക്കാം, കുറേ ഉണ്ടായിരിക്കാം. ആ ചെറുപ്പക്കാരാകുമ്പോൾ ചെറുപ്പത്തിൽ ആദ്യ കാലത്ത് അതൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ ഒന്നും ഒരു വിഷയമുള്ള കാര്യങ്ങളൊന്നുമല്ല. അതൊന്നുമല്ല നമ്മുടെ അത് വിഷയം. ഇതുപോലത്തെ ഒരു നാരിക ഷോയിൽ അടുത്ത സീസണിൽ ലാലേട്ടൻ വരരുത്. ഇപ്രാവശ്യം എഗ്രിമെൻ്റ് ഉണ്ട്, 100 ദിവസം വന്നോ ഒരു പ്രശ്നമില്ല. അടുത്ത പ്രാവശ്യം ലാലേട്ടൻ അവിടെ കണ്ടുപോകരുത്. കണ്ടുപോയാൽ ജനങ്ങൾ പച്ചച്ചാണം വാരി എറിയും മുഖത്തേക്ക്. അപ്പോൾ ആ ചാണം മുഖത്തേക്ക്. അതുകൊണ്ട് ഇത്രയും വൃത്തികെട്ട ഒരു ഷോയിൽ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്കും ഷെയർ ഉണ്ടെന്ന് പറയും. ഇപ്പോൾ ഇത്രേ പറഞ്ഞുള്ളൂ മാരാർ. ഇനി അത് മോഹൻലാലിനും കൂടി ഷെയർ ഉണ്ടെന്ന് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കില്ല. മാരാർ ഒരിക്കലും മോഹൻലാലിന് ഷെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഷെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ലാലേട്ടനെ പറഞ്ഞ് പറ്റിച്ച്, ബിഗ് ബോസ് എന്ന ഷോയിൽ പറഞ്ഞ് പറ്റിച്ച്, ഇത് ഒരു രാജ്യാന്തര ഷോ ആണെന്ന് പറഞ്ഞ് പറ്റിച്ച് വലിയ കാശും കൊടുത്ത് പണ്ട് നിർത്തി വെക്കാം. അങ്ങേര് ഈ ഷോയിൽ വരുന്ന പെണ്ണുങ്ങളെ ഈ കുറച്ചൊക്കെ പൊക്കി പറയും, കുറച്ചൊക്കെ സേവ് ചെയ്യും. ഇതൊക്കെ ബിഗ് ബോസ് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അവരൊക്കെ നമ്മുടെ ആളാണ്. ജാസ്മിൻ നമ്മുടെ ആളാണ്, റസ്മിൻ നമ്മുടെ ആളാണ്, മറ്റൊരു നമ്മുടെ ആളാണ്, മറ്റൊരു നമ്മുടെ ആളാണ്. ഇവരോടൊക്കെ ലാലേട്ടൻ വളരെ മാന്യമായി പറയണം. ഇന്നലെ തന്നെ കണ്ടില്ലേ, ജിൻഡോനെ ജാസ്മിൻ അടിച്ചു അല്ലേ, എന്നാൽ പിടിച്ച് പുറത്താക്കണ്ടേ, എന്നിട്ട് ചിരിക്കുക മോഹൻലാൽ നിന്നിട്ട്. നിങ്ങൾ വലിയ ടീമല്ലേ, അതുകൊണ്ട് നിങ്ങളെ പുറത്താക്കണം, നിങ്ങൾ അവിടെ ഇരിക്കേ എന്നാ പറഞ്ഞത്. അതേ സ്ഥാനത്ത് ജാസ്മിനിന് അങ്ങനെ ഒരു അടി അടിച്ചെന്ന് പറഞ്ഞാൽ ജിൻഡോ പുറത്താ. ജിൻഡോനെ എങ്ങനെ പുറത്ത് കളയാന്നുള്ളത് ബിഗ് ബോസ് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മുടെ ജിൻഡോ ഇങ്ങനെ ഇരുന്ന് മയങ്ങുന്നുണ്ട്. ഇപ്പോൾ നന്ദനെ ആ ഒരു നമ്മുടെ അത് സംസാരിക്കുന്ന നേരത്ത് പറഞ്ഞു, ജിൻഡേട്ടാ ഉറങ്ങല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പാവം ഉറങ്ങല്ല, അതിന് ഈ സിഗരറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ സിഗരറ്റിൻ്റെ ഉള്ളിൽ എന്ത് വേണമെങ്കിലും വെക്കാലും വെച്ചിട്ട് അത് കൊടുക്കും, അത് വലിപ്പിക്കും, ഡ്രിങ്ക്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മയക്കത്തിൽ ആ പാവം കിടന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അതേപോലെ തന്നെ നാളെ ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാവർക്കും ഡ്രിങ്ക്സും പ്രാന്തുണ്ടാവാനുള്ള പരിപാടികളൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ കിടന്ന് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അവർക്ക് പോലും അറിയില്ല. അതേപോലെ കളിക്കും. ഇതുപോലെ തന്നെ ഇവർ തല്ലൂടാനും വഴക്കൂടാനും ഇടികൂടാനുള്ള മരുന്ന് വേറെയും കൊടുക്കും. അപ്പോൾ അതും ഉണ്ടാവും അവിടെ. ഇപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവർ കോടീശ്വരന്മാരാവുക. ആ പേരും പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പോകുന്ന എന്തിനും തയ്യാറായി പോകുന്ന കുറേ പെണ്ണുങ്ങളും. അപ്പോൾ പിന്നെ ഇപ്പോൾ എല്ലാ പ്രാവശ്യത്തും പെണ്ണുങ്ങളെ കൂടുതൽ, ആണുങ്ങൾ കുറവാ. ആണുങ്ങൾ പേരിന് ഇവരെ കെട്ടിപ്പിടിക്കാൻ മാത്രം 4 ആൾക്കാരെ കൊണ്ടുപോകണുള്ളൂ. അതൊക്കെ മുൻകൂട്ടി പറഞ്ഞ് പ്ലാനിങ്ങാണ്, എല്ലാം സ്ക്രിപ്റ്റഡാണ്. അതന്ന് റോബിൻ പറഞ്ഞത് സത്യമാണ്. ഇപ്പോൾ ഇത്രയും വലിയൊരു പെണ്ണുങ്ങളെ ബെഡ് ഷെയർ ചെയ്യുന്നു, പെണ്ണുങ്ങളെല്ലാം കൂടെ കരുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം അതിന് തയ്യാറായുള്ള ആൾക്കാർ കുറേ ആൾക്കാരുണ്ടാവും. തയ്യാറാവാത്തവരെ നമ്മൾ പറയുന്നില്ല കേട്ടോ. ഇതൊന്നും അവിടെ ബലാത്സംഗമോ മറ്റുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. ഇതെല്ലാം ഇതിനൊക്കെ സമ്മതമാണ് ചില പെണ്ണുങ്ങൾ പറയും, അവരവർ യൂസ് ചെയ്യുന്നു. സമ്മതമല്ല എന്ന് പറയാത്തവർ അവരൊന്നും ചെയ്യില്ല. അവിടെ വന്നവർ മുഴുവൻ നമ്മൾ മോശക്കാരാന്ന് നമ്മൾ പറയില്ല. പക്ഷേ അവിടെ ചെന്ന ബിഗ് ബോസിൽ ചെന്ന എല്ലാ പെണ്ണുങ്ങളും ഈ സംശയത്തിൻ്റെ നിഴലിലാണ്. ഇന്നലെ നമ്മുടെ മാരാർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ്. ഇനി സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് ഈ പെണ്ണുങ്ങൾ ഇനി ഇതിനേക്കാളും മുഖം ചീത്തയാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരും. ഇനി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന പെണ്ണുങ്ങളെ ആൾക്കാർ കണ്ട കാർപ്പിച്ച് തുപ്പും.
അല്ല മാസ്കും വെച്ച് നടക്കേണ്ട സ്ഥിതിയിലേക്ക് ബിഗ് ബോസിൽ നിന്ന് വരുന്ന പെണ്ണുങ്ങൾക്ക് ഒരു സ്ഥിതി ഉണ്ടാവും. അതപ്പോൾ അതുകൊണ്ട് അടുത്ത സീസണിൽ ഈ പെണ്ണുങ്ങൾ കയറി ചെന്ന് ചാടി അതിൻ്റെ ഉള്ളിലേക്ക് പോകാണ്ടിരിക്കുക നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പേരല്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ഒരു ഉപദേശം കൂടി തന്നുകൊണ്ട്, ലാലേട്ടൻ വിചാരിക്കുന്നതല്ല ബിഗ് ബോസ്. ഇനിയിപ്പോൾ അതിൽ ഇതൊക്കെ മോഹൻലാൽ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ മോഹൻലാൽ അറിഞ്ഞിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് അങ്ങേരെ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് ഇവരോടൊക്കെ ബിഗ് ബോസ് പറയണതൊക്കെ അതേപോലെ പറയാൻ നിൽക്കുന്ന ഒരു ജോക്കർ, ഒരു സ്പീഡ് ഏഴാങ്കുലി, ഒരു കോമാളി, ഇത്രയാണ് മാരാർ പറഞ്ഞത്. അപ്പോൾ അതിന് ലാലേട്ടൻ നിന്ന് കൊടുക്കരുതെന്ന് ഒരു ഉപദേശം കൂടി കൊടുത്തിട്ടുണ്ട് ലാലേട്ടന്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.